ട്രസ്റ്റ് സീക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 21. എൻ്റെ പ്രഥമ ദീക്ഷാ സംസ്കാരം. എൻ്റെ പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. സ്നേഹവും കരുതലുമുള്ള ഒരു മാർഗദർശകൻ്റെ സഹായത്തോടെ യാത്ര ആരംഭിച്ചു. പിറ്റേന്ന് രാവിലെ പ്രഭാതം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചുണർത്തി. ബാബാജി പറഞ്ഞു, ഇതാണ് ബ്രഹ്മമുഹൂർത്തം. ഈ സമയം ശുദ്ധവായു ലഭിക്കും. ധ്യാനത്തിന് അനുയോജ്യമാണ്. അളകനന്ദയിലെ മരവിപ്പിക്കുന്ന തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന വിഡ്ഢിത്തം കാണിക്കേണ്ട. സന്നിപാത ജ്വരം പിടിപെട്ടെന്ന് വരും. ഇവിടെ സമീപത്ത് നല്ല ആശുപത്രികളൊന്നും തന്നെയില്ല. എൻ്റെ കമണ്ടുവിൽ നിന്ന് വെള്ളമെടുത്ത് വായും മുഖവും ശുചിയാക്കൂ. നിന്റെ കയ്യിൽ പല്ല് തേക്കാനുള്ള ബ്രഷ് ഉണ്ടോ? ഉണ്ട്, ഞാൻ പറഞ്ഞു. എങ്കിൽ അത് ഉപയോഗിക്കൂ. പല്ലു തേക്കാൻ തീകുണ്ടത്തിൽ നിന്ന് കുറച്ച് ചാരം എടുത്തുകൊള്ളൂ. അപ്പോഴും അഗ്നികുണ്ഡം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാബാജി രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് തീ കെടാതെ നോക്കിയിരുന്നിരിക്കും എന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രായോഗിക ബുദ്ധിയും കാര്യമാത്ര പ്രസക്തവും മാമൂലുകളിൽ കടിച്ചു തൂങ്ങാത്തതുമായ ജീവിതശൈലിയും അനുകരണീയമായി തോന്നി. മരിച്ചാലും സാരമില്ല, ധ്യാനത്തിന് മുമ്പ് കുളിച്ചിരിക്കണം എന്ന നിർബന്ധം പിടിക്കുന്ന ശൈലിയായിരുന്നില്ല അദ്ദേഹത്തിൻ്റേത്. ജെറൂസലേമിലെ തെരുവീഥികളിലൂടെ അലഞ്ഞു നടന്നുകൊണ്ട് ഉറക്കി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന മഹാനായ ആത്മീയ ഗുരുവിൻ്റെ വാക്കുകൾ ഞാൻ ഓർത്തുപോയി. നിയമം മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല. ഞാൻ മടങ്ങി വന്നപ്പോൾ മടക്കി വെച്ചിരുന്ന ഒരു കമ്പിളി പുതപ്പ് തന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ മുതൽ ഈ കമ്പിളി പുതപ്പ് ഉപയോഗിക്കൂ. ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. മറ്റാരും ഇത് ഉപയോഗിക്കരുത്. ശരിയായ രീതിയിൽ പത്മാസനത്തിൽ എങ്ങനെ ഇരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു തന്നു. എന്നിട്ട് ക്രിയായോഗത്തെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ക്രിയായോഗ വിദ്യ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ വിഖ്യാതനായ ഗുരു മഹാവതാർ ബാബാജിയാണ് എന്നറിഞ്ഞ് ഞാൻ ആവേശഭരിതനായി. അന്നത്തെ ബ്രഹ്മമുഹൂർത്തം ഗുരുവിൽ നിന്ന് ലഭിച്ച പ്രഥമ ദീക്ഷയ്ക്ക് സാക്ഷ്യം വഹിച്ചു. ഞാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം എൻ്റെ നെഞ്ചിൽ മൃദുവായി സ്പർശിച്ചു. അതിനുശേഷം നെറ്റിയിൽ സ്പർശിച്ചു. പൊടുന്നനെ ഞാൻ അഗാധമായ ധ്യാനത്തിൽ മുഴുകി, ആനന്ദത്തിൽ ലയിച്ചു. എൻ്റെ മനസ്സ് പല മാനങ്ങളിലും വ്യാപരിച്ചു. എൻ്റെ ബോധമണ്ഡലത്തിന് അളവറ്റ രീതിയിൽ വ്യാപിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ ബോധമണ്ഡലത്തിലേക്ക് ഇറങ്ങി വന്നു. അന്നേരം ഞാൻ ബാബാജി പറയുന്നത് കേട്ടു, മടങ്ങി വരൂ, ധൃതി പിടിക്കേണ്ട. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. പ്രകൃതി ഇത്രയും മനോഹരമാണെന്ന് മുമ്പ് ഒരിക്കലും കരുതിയിരുന്നില്ല. എൻ്റെ മനസ്സ് പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകി. വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമൂടിയ ഭംഗിയുള്ള കൊടിമുടികൾ കാണാമായിരുന്നു. നദിയുടെ ഒഴുക്കിൻ്റെ ശബ്ദവും കേൾക്കാമായിരുന്നു. എങ്ങും വ്യാപിച്ചു കൊണ്ടിരുന്ന പ്രകാശം മനസ്സിന് പ്രശാന്തത പ്രദാനം ചെയ്തു. ബാബാജി വാത്സല്യം ചൊരിയുന്ന പുഞ്ചിരി തൂക്കുകയായിരുന്നു. ആദ്യമായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആകാരം വ്യക്തമായി കണ്ടു. സുന്ദരനായ അദ്ദേഹത്തിന് ഒരു യൂറോപ്പിൻ്റെ നിറമായിരുന്നു. നല്ല ഉയരമുള്ള അദ്ദേഹത്തിന് നേരിയ ചാരനിറമുള്ള കണ്ണുകളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നീട്ടു വളർത്തിയ തലമുടിക്ക് തവിട്ടും കറുപ്പും കലർന്ന നിറമായിരുന്നു. തലമുടി കെട്ടിവച്ചിരുന്നു. ഒരു നേപ്പാളിയുടെ ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ചെറിയ താടിയും മീശയും ഉണ്ടായിരുന്ന മുഖത്ത് രോമങ്ങൾ വിരളമായിരുന്നു. ചെവികൾ തുളച്ച് ചെമ്പുവളയങ്ങൾ തൂക്കിയിരുന്നു. വലിയ രുദ്രാക്ഷങ്ങൾ കോർത്ത മാല കഴുത്തിൽ അണിഞ്ഞിട്ടുമുണ്ടായിരുന്നു. നല്ല ഉറച്ച ശരീരമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മുട്ടോളം എത്തുന്ന കട്ടിയുള്ള കോട്ടൺ തുണി അരയിൽ ചുറ്റിയിരുന്നു. കൊടും തണുപ്പത്ത് ഇതല്ലാതെ മറ്റു വസ്ത്രമൊന്നും ധരിച്ചിരുന്നില്ല.
നഗ്നപാതനായ അദ്ദേഹത്തിൻ്റെ പക്കൽ ഉണ്ടായിരുന്നത് തടി കൊണ്ടുണ്ടാക്കിയ കറുപ്പ് നിറമുള്ള കമണ്ഡലവും ധ്യാനത്തിലിരിക്കാനുള്ള ഒരു കമ്പിളി വിരിപ്പും കഴുത്തിൻ്റെ പിന്നിൽ തൂക്കിയിട്ട് കൊണ്ടുപോകാവുന്ന ഒരു കൈ കോടാലിയും മാത്രമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, ഈ സ്ഥലവും പരിസരവുമൊക്കെ എനിക്ക് സുപരിചിതമായി തോന്നുന്നു. ഞാൻ ഇവിടെ മുമ്പ് എപ്പോഴോ വന്നിരുന്നത് പോലെയുള്ള തോന്നൽ. അന്ന് അങ്ങും എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവോ? അന്ന് ഞാൻ നിൻ്റെ കൂടെയില്ലായിരുന്നു. എന്നാൽ എൻ്റെ മഹാനായ ഗുരു, വിഖ്യാതനായ ശ്രീ ഗുരു ബാബാജി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രാരംഭ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. എൻ്റെ പേര് മഹേശ്വരനാഥ് എന്നാണ്. ഭാവിയിൽ എപ്പോഴെങ്കിലും ജനങ്ങൾ നിന്നെ എം എന്ന് വിളിക്കും. ആ വിളി നീ എന്നെ നിരന്തരം സ്മരിക്കാനിടയാക്കും. നീ കഴിവുകൾ ആർജിക്കുന്നവരെ ഗുരു ബാബാജി നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആകാംക്ഷയോടെ അദ്ദേഹത്തോട് ആരാഞ്ഞു, എനിക്ക് മഹാനായ ഒരു ബാബാജിയെ കാണാൻ കഴിയുമോ? ഉടനെ ബാബാജി അറിയിച്ചു, കാണേണ്ട സമയത്ത് കാണും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കൂ, ക്രിയായോഗവിദ്യ അഭ്യസിക്കുന്നതിൻ്റെ ലക്ഷ്യം ഗുരു ബാബാജിയെ ദർശിക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മറിച്ച് ബോധത്തിൻ്റെ ഉന്നത തലങ്ങളിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കാം. അദ്ദേഹം തുടർന്നു, അതിനിടയിൽ പലതും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇവിടെ വ്യാസഗുഹയിൽ എല്ലായ്പ്പോഴും വരാറില്ല. നിന്നെ സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയതാണ്. ഞാൻ ബദ്രിയിലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നാരായണ പർവ്വതത്തിലെ ചരൺ പാതുകയ്ക്ക് സമീപത്തുള്ള ഏതെങ്കിലും ഗുഹയിലാണ് വസിക്കുന്നത്. അവിടെ ചെന്നതിന് ശേഷം അഭ്യാസങ്ങൾ തുടരാം. നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നിന്നും യുവശിഷ്യനും ഗുരുവും പുറപ്പെട്ടു. യുവത്വം തുളുമ്പി നിന്നിരുന്ന അദ്ദേഹം സാക്ഷാൽ ദക്ഷിണമൂർത്തിയെ അനുസ്മരിപ്പിച്ചു. ബാബാജി വേഗത്തിലാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തോടൊപ്പം എത്താൻ പാടുപെട്ടു. ചിലപ്പോൾ അദ്ദേഹം എനിക്ക് വിശ്രമിക്കാൻ സമയം തന്നു. എന്നിട്ട് പറയും, കുറച്ചുകൂടി വേഗത്തിൽ നടക്കൂ, നിന്നിൽ വേണ്ടുവോളം ഊർജമുണ്ടല്ലോ. ഞങ്ങൾ ബദ്രിനാഥിൽ എത്തി. റോഡ് മുറിച്ച് കടന്ന് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് പോയി. അവിടെ നിന്നും മുകളിലോട്ട് കയറി. ഒടുവിൽ ചരൺ പാതുകയിലെത്തി. ജൈന മതസ്ഥരുടെ പുണ്യസ്ഥലമാണ് ചരൺ പാതുകം. അവിടെ ജൈന തീർത്ഥന്മാരിൽ ഒരു തീർത്ഥങ്കരൻ വസിച്ചിരുന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുൽമൈതാനങ്ങളും ഇരുഭാഗത്തും ഗുഹകളുമുള്ള ഇടുങ്ങിയ താഴ്വാരകളും കാണാം. ചില ഗുഹകളിൽ വസിച്ചിരുന്ന യോഗികൾ ബാബാജിയെ അഭിവാദ്യം ചെയ്തു. വീണ്ടും മുകളിലോട്ട് പോയി. വിശാലമായ ഒരു ഗുഹയ്ക്ക് സമീപം അദ്ദേഹം നിന്നു. ഗുഹാമുഖത്ത് പരുക്കൻ പാറകൾ കൊണ്ട് തീ കത്തിക്കാനുള്ള സ്ഥലം ഒരുക്കിയിരുന്നു. അപ്പോഴും തീ നീറി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബാബാജി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, തൽക്കാലം ഇവിടെയായിരിക്കും നാം താമസിക്കുന്നത്. അകത്തേക്ക് ചെന്ന് കമ്പിളി പുതപ്പും സഞ്ചിയും വെച്ചിട്ട് വരൂ. അകത്ത് കട്ടിയുള്ള ഒരു വലിയ കമ്പിളിക്കുപ്പായം ഉണ്ട്. അത് എടുത്ത് ധരിക്കൂ. നിനക്ക് രോഗം പിടിപെടാതെ നോക്കേണ്ടതുണ്ട്. നീല നിറമുള്ള തലപ്പാവ ഒരു കുട്ടയിൽ വെച്ചിട്ടുണ്ട്. അതെടുത്ത് തലയും ചെവിയും മൂടണം. ഇപ്പോൾ വിശ്രമിക്കൂ. വൈകുന്നേരം ആദ്യത്തെ പാഠം തുടങ്ങാം. ഔപചാരികമായി പാഠങ്ങൾ പഠിക്കുന്നതിനും ചർച്ചകൾക്കും വേണ്ടിയുള്ള സമയം സുനിശ്ചിതമായിരുന്നു. ബാബാജിയോടടുത്ത് ജീവിക്കുക എന്നത് തന്നെ സവിശേഷമായ അധ്യയന പ്രക്രിയ ആണ്. എങ്ങനെയാണ് ഗുഹ വൃത്തിയാക്കുന്നതെന്ന് ഞാൻ പഠിച്ചു. അടുത്തുള്ള അരുവിയിൽ നിന്നും വെള്ളം കോരിക്കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. വെള്ളത്തിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ കിട്ടുന്നത് മഞ്ഞുകട്ടകളായിരിക്കും. വിറക് ശേഖരിക്കാനായി കൈക്കോടാലിയുമായി പോകേണ്ടി വരും. ക്ഷേത്ര പരിസരത്തുള്ള കടക്കാരിൽ നിന്നും പല വ്യഞ്ജനങ്ങളും മലക്കറിയും
ഗോതമ്പ് മാവും ഗുജ്ജാർ ജാതിക്കാരിൽ നിന്ന് എരുമപ്പാലും മറ്റും യാചിച്ചു വേണം വാങ്ങേണ്ടിയിരുന്നത്. ഭിക്ഷ യാചിക്കുക എന്നത് എൻ്റെ അഹംബോധത്തിന് ഏറ്റ ഒരു വലിയ ആഘാതമായിരുന്നു. ബാബാജിയുടെ ശിഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് വേണ്ടുന്നതൊക്കെ കച്ചവടക്കാർ സന്തോഷത്തോടെ തരാൻ ഒരുക്കമായിരുന്നു. അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് ബാബാജിയോട് അവർക്കുണ്ടായിരുന്ന ആദരവ് എത്രമാത്രമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം കടകളുടെ മുമ്പിലൂടെ പോകുമ്പോൾ കട ഉടമകൾ എണീറ്റ് നിന്ന് രാം രാം മഹാരാജ് എന്ന് പറഞ്ഞുകൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചിരുന്നു. ബാബാജിയും തലകുനിച്ച് വലതു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് അവരെ അഭിവാദനം ചെയ്തിരുന്നു. ആദ്യമായി ഭക്ഷണം പാചകം ചെയ്യാൻ എന്നെ പഠിപ്പിച്ചപ്പോഴാണ് ഭക്ഷണത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കിയത്. ഭക്ഷണം ലളിതമായിരുന്നാലും പൂർണ്ണ പ്രയോജനം കിട്ടുന്നതായിരിക്കണം. മലക്കറി ശരിയായി അരിയുന്ന കാര്യത്തിലും ആവശ്യത്തിന് മാത്രം വേവിക്കുന്ന കാര്യത്തിലും അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമായിരുന്നില്ല. ഒരിക്കൽ ബാബാജി എന്നോട് പറഞ്ഞു, നിനക്ക് ഭംഗിയായി മലക്കറി അരിയാനും അരി വേവിക്കാനും കഴിയുന്നില്ലെങ്കിൽ ഈ ലോകത്തിലിരുന്നു കൊണ്ട് നിനക്ക് എങ്ങനെ പരമമായ സത്യത്തെ പ്രാപിക്കാൻ കഴിയും? പിന്നീട് ഒരിക്കൽ ബാബാജി പറഞ്ഞു, രാഷ്ട്രീയക്കാർ സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ടല്ലോ, സത്യമേവ ജയതേ എന്നവർ ഉദ്ഘോഷിക്കുന്നു. എന്താണ് വേണ്ടതെന്ന് പറയാം. ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ പൂർണ്ണത കൈവരിക്കാൻ ശ്രമിക്കൂ. പൂർണ്ണതയെ പ്രാപിക്കാൻ ഇതുതന്നെയാണ് ശരിയായ മാർഗം. രാവിലെ ധ്യാനവും യോഗാഭ്യാസവും കഴിഞ്ഞ് പഴങ്ങളും പാലും ഉൾപ്പെടുത്തിയ പ്രാതൽ കഴിക്കും. സാധാരണ പേരക്കായും ലിച്ചിയുമാണ് പഴങ്ങൾ. പ്രാതലിന് ശേഷം പഠനത്തിനുള്ള സമയമാണ്. 1 മണിക്കൂറാണ് പഠനത്തിനുള്ള സമയം. ബാബാജി പറയും, ഇപ്പോൾ പഠനം 1 മണിക്കൂർ സമയത്തേക്ക് മതി. പഠിച്ചതൊക്കെ ദഹിച്ച് കിട്ടണമല്ലോ. പഠന സമയത്തിന് ശേഷം ധൂനി കെടാതെ സൂക്ഷിക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും വേണ്ടി വിറക് ശേഖരിക്കാൻ പോകും. ഏതാനും ദിവസത്തെ പരിശീലനം നൽകിക്കഴിഞ്ഞ് ബാബാജി പതിവിനനുസരിച്ച് കുന്നുകളിലേക്ക് പോകുകയും ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് മടങ്ങി വരികയും ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കുറച്ചേ ഭക്ഷണമേ കഴിച്ചിരുന്നുള്ളൂ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് സമയം വിശ്രമിച്ചിരുന്നു. അതിനുശേഷം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ചുറ്റിക്കറങ്ങാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ചിലപ്പോൾ ബാബാജിയോടൊപ്പം പോയിരുന്നു. സന്ധ്യാസമയം ധ്യാനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. സന്ധ്യയ്ക്ക് ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടെ തന്നെ ഇരുന്ന് ധ്യാനിച്ചിരുന്നു. അതിനുശേഷം 1 മണിക്കൂർ അധ്യയനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അഗ്നികുണ്ഡത്തിനടുത്തിരുന്ന് ഔപചാരികമായ സംസാരിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ മണിക്കൂറുകളോളം ചർച്ച തുടരും. തീജ്വാലകൾ ചാഞ്ഞും ചെരിഞ്ഞും കത്തുകയും വിറക് കൊള്ളികളിൽ നിന്ന് ചട ചട ശബ്ദം പുറപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ എനിക്ക് ഉറക്കം വരികയാണെങ്കിൽ ഗുഹയ്ക്കുള്ളിൽ പോയി കിടന്നുറങ്ങും. ബാബാജി അഗ്നികുണ്ഡത്തിന് സമീപത്ത് തന്നെ ഇരിക്കും. ചിലപ്പോൾ അദ്ദേഹം കണ്ണടച്ചുകൊണ്ട് കിടക്കും. പക്ഷേ അദ്ദേഹം ഉറങ്ങുകയായിരുന്നുവോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹവുമായി നടത്തിയിട്ടുള്ള സംവാദങ്ങൾ അതിവിപുലമായിരുന്നു. അവയൊക്കെ പ്രതിപാദിക്കുകയാണെങ്കിൽ വായനക്കാർക്ക് മുഷിച്ചൽ അനുഭവപ്പെടും. അതിനാൽ സുപ്രധാനമായ ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിക്കാം. എങ്കിലും ഒരു കാര്യം ഞാൻ തർപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആർജിച്ചിട്ടുള്ള എല്ലാ അറിവും ബാബാജിയോടൊപ്പം കഴിഞ്ഞിരുന്ന 3.5 കൊല്ലം കൊണ്ട് നേടിയതാണ്. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം. ഹരി ഓം.